ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഹാപ്പി ടൈംസ്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ. കെട്ടിയനൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് കരുതി ഇറങ്ങിത്തിരിച്ചതാണ്. എല്ലാ തവണയും എനിക്കാണ് സർപ്രൈസ് കിട്ടാറ്. ഈ വട്ടം തിരിച്ചായിക്കോട്ടെ എന്ന് കരുതി. എല്ലാം പ്ലാൻ ചെയ്യാൻ ഭയങ്കര സിമ്പിളായിരുന്നു. എന്നാൽ ആ പ്ലാനിംഗ് ഒക്കെ നടപ്പാക്കാൻ ഇത്തിരി കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. 2 ഡേയ്സിന് മുമ്പേ എല്ലാം സെറ്റാക്കിയിരുന്നു. പക്ഷേ പരിപാടി കഴിയാതെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സർപ്രൈസ് പൊളിയില്ലേ. എന്തെങ്കിലും സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറയുമായിരുന്നു S24 അൾട്ര വാങ്ങാമെന്ന്. ഞാനാണതങ്ങനെ സമ്മതിക്കാതിരുന്നത്. കാരണം രണ്ടുപേർക്കും യൂസ് ചെയ്യാനുള്ള ഫോണുണ്ട്. പിന്നീട് അത് മാറി X200 Pro വാങ്ങാമെന്ന് ഇടയ്ക്കൊക്കെ പറയും. അതും ഞാൻ അങ്ങനെ സമ്മതിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇറങ്ങിയതാണ്. എവിടെ കയറും എന്ന കൺഫ്യൂഷൻ ഒടുവിൽ ലാസ്റ്റ് മൈജിയിലേക്ക് തന്നെ വന്നു. ഏതെങ്കിലും ഒരു സാധനം വാങ്ങാനുള്ള പ്ലാനിങ്ങോടുകൂടി നമ്മളൊരു ഷോപ്പിൽ പോയാലും അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്ന് നോക്കണമല്ലോ. ഗേൾസിൻ്റെ പൊതുവേ ഉള്ള സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാനും കുറേ ഫോൺസൊക്കെ എടുത്ത് നോക്കി. ഏറ്റവും ലാസ്റ്റ് മനസ്സിലുണ്ടായിരുന്ന ഫോണിലേക്ക് തന്നെ തിരിഞ്ഞു. വിവോ X200 Pro. സംഭവം കൊള്ളാം, അടിപൊളി. നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടമായി. പിന്നെ ഒന്നും നോക്കിയില്ല, അത് തന്നെ അങ്ങോട്ട് എടുത്തു. ആളുടെ ആഗ്രഹവും സാധിക്കട്ടെ എന്ന് കരുതി. എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുമെങ്കിലും എനിക്ക് തരുന്നത് എപ്പോഴും സർപ്രൈസ് തന്നെ ആയിരിക്കും. എനിക്കൊരു ചെറിയ ക്ലൂ പോലും കിട്ടാറില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതിന് എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ക്ലൂവോ കാര്യങ്ങളോ ഒക്കെ ആൾക്ക് കിട്ടും. ഇത് തീർത്തും സർപ്രൈസ് ആയിരിക്കണമെന്ന് തന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സൂചന പോലും ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒന്നും ഗിഫ്റ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ആൾക്ക് തീരെ ഉണ്ടായിരിക്കില്ല. കാരണം ഒന്നും വാങ്ങാൻ പോകാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പുള്ളിയുടെ സഹായം വേണം. ആള് ഇവിടെ ഇല്ലാത്ത സമയം നോക്കി ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ സംഭവം കിട്ടി, ഉഷാറായിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നല്ല വിശപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്ന വഴിയിൽ എൻ്റെ ഫേവറേറ്റ് സാധനം കഴിക്കാതെ പോകാൻ തോന്നിയില്ല. ഒരു ഐസ്ക്രീം ലവറായ ഞാൻ കണ്ണി കണ്ട ഫ്ലവേഴ്സ് മുഴുവനും ട്രൈ ചെയ്തു. ഷുഗറിനെ പേടിച്ച് മാറ്റിവെച്ച ഐറ്റംസാണ് ഇതെല്ലാം. പക്ഷേ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാതെ പോകാനേ തോന്നിയില്ല. ഷുഗറിൻ്റെ കാര്യത്തിൽ തീരുമാനം ആവുമോ എന്തോ. ഇനിയും അതല്ല വലിയ ടാസ്ക്, വാങ്ങിയ സാധനം കൊണ്ടുപോയി ഒളിപ്പിച്ച് വയ്ക്കണം.